ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഞ്ജലി കൃഷ്ണൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, 7ാം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് കേരള ബാങ്കിൽ ഓഫീസ് അറ്റൻഡർ ആവാം. അപ്പോൾ അതിന്റെ കോഴ്സ് നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് വരുന്ന സിലബസ് അനുസരിച്ചിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും അവൈലബിൾ ആണ്. ഇനി അതുപോലെ തന്നെ നമുക്കൊരു ഫ്രീ ഗ്രൂപ്പ് ഉണ്ട്, അതിലും ജോയിൻ ചെയ്യാം നിങ്ങൾക്ക്. അപ്പൊ എല്ലാവർക്കും ഒരു സ്വപ്നമാണ് ബാങ്കിൽ ഒരു ജോലി എന്ന് പറഞ്ഞാൽ, ബാങ്കിങ് ജോലി അല്ലെങ്കിൽ ബാങ്കിങ് മേഖലയിൽ ജോലി കിട്ടുക എന്നുള്ളത് ചില ആളുകളുടെയൊക്കെ ഒരു സ്വപ്നമായിരിക്കും. പക്ഷെ അതിന് നല്ല ഹാർഡ് വർക്ക് വേണം, നന്നായിട്ട് ഇരുന്ന് പഠിക്കണം. അപ്പോൾ ആ ഒരു സ്വപ്നമാണ് നമുക്ക് ഇന്ന് യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സിലബസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള സിലബസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം, ആ ഒരു ഏരിയയിൽ നിന്ന് വന്നിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഏരിയയിൽ ഹിസ്റ്ററിയുടെ ആ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസുകൾ ഉണ്ട്. അതിനകത്ത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, നാം ഒന്നുകിൽ ഇന്ത്യയെ സ്വതന്ത്രമാക്കും, അല്ലെങ്കിൽ ആ ശ്രമത്തിൽ മരിക്കും, നാം നമ്മുടെ അടിമത്തം തുടരുന്നത് കാണാൻ ജീവിച്ചിരിക്കുകയില്ല. ഈ പ്രസ്താവന ആരുടേതാണ്? നമുക്കറിയാം, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യ സമര സേനാനികളെ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ആ ഒരു സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ രാഷ്ട്രീയ ആ ഒരു പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു, അവിടെ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നോക്കിക്കോളാം, ഇതിനകത്ത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഒരാളുടെ സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കോളാം, ആരാണ്? ജവഹർലാൽ നെഹ്റു, BR അംബേദ്കർ, മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്. ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ, ഒരാൾ പറഞ്ഞിരിക്കുന്നതാണ്. എന്ത്? ഈ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. ആരായിരിക്കാം അത്? മഹാത്മാഗാന്ധി അല്ലെ. നമുക്ക് മഹാത്മാഗാന്ധിയെ പറ്റി പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു, BR അംബേദ്കർ, സുഭാഷ് ചന്ദ്രബോസ്, ഇവരെയൊക്കെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകാനുണ്ട്. ഇതെല്ലാം നമ്മുടെ ആപ്പിലെ ക്ലാസ്സുകളിൽ അവൈലബിൾ ആണ്. ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. താഴെ പറയുന്നവയിൽ സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധമില്ലാത്ത വസ്തുത കണ്ടെത്തുക. അതായത് നമുക്ക് LGS-നായാലും അതുപോലെ തന്നെ മറ്റ് ഏരിയയിലായാലും PSCക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഏതാ? സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസുകൾ. അപ്പൊ അതിൽ 1, 2 ഏതാണ് ശരി, അതുപോലെ തന്നെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, തമ്മിൽ യോജിക്കാത്തത് ഏത്, അതുപോലെ തന്നെ തെറ്റായവ ഏത്, ശരിയായവ ഏത് എന്നൊക്കെ ചോദിച്ചു കണ്ടേക്കുന്നതാണ്. കുറച്ച് കൺഫ്യൂഷനിങ് ആണ്, എന്നാലും നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. നോക്കിക്കേ, സ്റ്റേറ്റ്മെന്റ് നോക്കിക്കോളാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് 1938 ഹരിപുരയിൽ നടന്ന 51ാം കോൺഗ്രസ് സമ്മേളനത്തിലെ അധ്യക്ഷനായിരുന്നു. 1921 ഇന്ത്യൻ സിവിൽ സർവീസിൽ നിന്നും രാജിവെച്ച് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചു. പ്രിസൺ ഡയറി എന്ന പുസ്തകം രചിച്ചു. ഏതായിരിക്കും അതിനകത്ത്? താഴെ പറയുന്നതിൽ സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദിക്കുന്നത്. സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതായിരിക്കാം? 3 മാത്രം. ഓക്കെ, പ്രിസൺ ഡയറി എന്ന പുസ്തകം രചിച്ചു. അതാണ് എന്ത്? സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധമില്ലാത്ത പ്രസ്താവന എന്ന് പറയുന്നത്. അപ്പൊ മൂന്നാമത്തെയാണ് സ്റ്റേറ്റ്മെന്റ് ആണ് പ്രിസൺ ഡയറി. പ്രിസൺ ഡയറി ആരെയാണ്? ജെഫ്രി ആർക്കറുടെ ആണ് പ്രിസൺ ഡയറി എന്ന് പറയുന്നത്, സുഭാഷ് ചന്ദ്രബോസിന്റെ അല്ല. അപ്പൊ അത് ഓർത്ത് വയ്ക്കാം. ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം. വാഞ്ചി ഉതിർത്ത വെടിയുണ്ടകൾ നൂറ്റാണ്ടുകളായി അടിമത്തത്തിലായിരുന്ന ഒരു രാജ്യത്തെ ഗാഢനിദ്രയിൽ നിന്നും ഉണർത്തി എന്നത് ആരുടെ വാക്കുകളാണ്? ആരാണ്? ആനി ബെസന്റ്, അതുപോലെ സരോജിനി നായിഡു, മാഡം കാമ, ക്യാപ്റ്റൻ ലക്ഷ്മി. ആരായിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്? മാഡം കാമയാണ്. അത് ഓർക്കുക, മാഡം കാമയാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം. താഴെ പറയുന്ന സംഭവങ്ങളെ ചേരുംപടി ചേർക്കുക. നീലം കർഷക സമരം 1919, അഹമ്മദാബാദ് തുണിമിൽ സമരം 1922, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 1917, ചൗരി ചൗര സംഭവം 1918. ഇതും എന്താണ്? ആ ഒരു വരുന്ന ആ ഒരു PSCക്ക് വരുന്ന നിരന്തരം എന്താണ്? ചേരുംപടി ചേർക്കുക. ഇയർ ഹിസ്റ്ററിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നോക്കിക്കേ, ഏതായിരിക്കും ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? C ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നോക്കിക്കോളാം. 1 എന്ന് പറയുമ്പോൾ എന്താണ്? നീലം കർഷക സമരം. അത് ഏത് ഇയർ ആണ് കറക്റ്റ് ആയിട്ട്? 1917 ആണ് അല്ലെ. 1917 ആണ് വരുന്നത്. ഇനി അതുപോലെ തന്നെ 2 എന്താണ്? 4 ആണ് അല്ലെ. ഏതാണ്? അഹമ്മദാബാദ് മിൽ സമരം എന്താണ്? 1918 ആണ് അവിടെ വരുന്നത്. ഇനി അതുപോലെ തന്നെ 3 എന്താണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അത് ഏത് വർഷമാണ്? 1919 വരുന്നത്. ഇനി അതുപോലെ തന്നെ ചൗരി ചൗര സംഭവം എന്നാണ്? 1922 വരുന്നത്. ഓക്കെ, അപ്പൊ അത് ഇയർ കറക്റ്റ് ആയിട്ട് പഠിക്കുക. ആ ഒരു സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഓരോ സംഭവങ്ങളുടെയും ഇയർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം. അവരുടെ ജീവിതം തന്നെ സംഗീതാത്മകമായ ഒരു സാഹിത്യ ശില്പമായിരുന്നു. നമ്മുടെ ദേശീയ പ്രക്ഷോഭത്തിന്റെ സരോജിനി
കലാരൂപവും കാവ്യശോഭയും നൽകി. സരോജിനി നായിഡുവിനെ ഇങ്ങനെ അനുസ്മരിച്ചത് ആര് എന്നാണ് ചോദിക്കുന്നത്. സർദാർ വല്ലഭായ് പട്ടേൽ, BR അംബേദ്കർ, ജവഹർലാൽ നെഹ്റു, ജയപ്രകാശ് നാരായൺ. ആരാണ്? ജവഹർലാൽ നെഹ്റു. നമ്മുടെ ഇന്ത്യയുടെ വാനമ്പാടി എന്നൊക്കെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് സരോജിനി നായിഡുവിനെ. ഓക്കെ, അപ്പൊ അത് ഓർക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടൊരു സ്വാതന്ത്ര്യ സമര സേനാനിയിൽപ്പെട്ട ഒരാളാണ് ആര്? സരോജിനി നായിഡു എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഒത്തിരി വിശേഷണങ്ങൾ സരോജിനി നായിഡുവിനുണ്ട്. അതായത് ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? സരോജിനി നായിഡു ആണ്. അതുപോലെ തന്നെ ഗവർണർ ആയിട്ടിരുന്ന ഒരു ലേഡി എന്ന് പറഞ്ഞാൽ ആരാണ്? സരോജിനി നായിഡു. 1947. അതുപോലെ തന്നെ അധികാരത്തിലിരിക്കെ മരിച്ച അല്ലെങ്കിൽ മരണമടഞ്ഞ ഒരു സ്വാതന്ത്ര്യ സമര ഗവർണർ എന്ന് പറഞ്ഞതും ആരാണ്? സരോജിനി നായിഡു ആണ്. അപ്പൊ സരോജിനി നായിഡുവിനെ പറ്റിയും എന്താണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ അത് ഓർക്കുക. ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു എന്താണ്? കേരള ബാങ്ക് ഓഫീസ് അറ്റൻഡന്റ്, അതിന്റെ ആ ഒരു കാറ്റഗറി നമ്പർ എന്ന് പറഞ്ഞാൽ 065/2024 ആണ്. അതിന്റെ വേക്കൻസീസ് 125+ വേക്കൻസീസ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് 18 വയസ്സ് തൊട്ട് 40 വയസ്സ് ഉള്ളവർക്ക് എഴുതാം. ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 7 ആണ് അല്ലെ, 7ാം ക്ലാസ് ഉള്ളവർക്ക് അല്ലെ, മിനിമം 7ാം ക്ലാസ് പാസ്സായവർക്ക് നമുക്ക് ഈ ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സാലറി സ്കെയിൽ അറിയാം. നമുക്ക് നല്ല ഒരു സാലറി സ്കെയിലാണ് നമുക്കുള്ളത്. അപ്പോൾ ഡിഗ്രി ഇല്ലാത്തവർക്ക് നമുക്ക് PSC അപ്ലൈ ചെയ്യാം. അപ്പോൾ ആരും വിഷമിക്കേണ്ട, എനിക്ക് പഠിക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്തൊന്നും ആരും വിഷമിക്കേണ്ട. നമുക്ക് ഇപ്പോഴേ 7ാം ക്ലാസ് പാസ്സായവർക്കും നമുക്ക് PSCയിൽ നമുക്ക് ഇടം നേടാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനുള്ളൊരു അവസരമാണ്, ആരും പാഴാക്കരുത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ തന്നെ കോഴ്സസുകൾ അവൈലബിൾ ആണ്. അപ്പൊ എല്ലാവരും ജോയിൻ ചെയ്യുക. അപ്പൊ നമുക്ക് നമ്മുടെ ആ ഒരു കോഴ്സിന്റെ ഫീച്ചേഴ്സ് ഞാൻ പറയാം എന്തൊക്കെയാണ്. നമുക്കൊരു മെന്റർ ഉണ്ടാകും. അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടാകും. വീക്കിലി നമുക്ക് എക്സാംസുകൾ ഉണ്ടാവും. വീക്കിലി അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ക്ലാസ്സുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസുകളായിരിക്കും നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്, ലൈവ് ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വരുന്ന ആ ഒരു ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മെന്റർ ആയിരിക്കും നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നത്. അപ്പോൾ നല്ല ആ ഒരു ടെക്നിക്കൽ സപ്പോർട്ടും അതുപോലെ തന്നെ ടീച്ചേഴ്സിന്റെ സപ്പോർട്ടുകളും തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ വൈകാതെ തന്നെ ജോയിൻ ചെയ്യുക. ഇതിന്റെ ആ ഒരു രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഗൂഗിൾ ഫോം ഇതിനോടൊപ്പം തന്നെ ലിങ്കിൽ അറ്റാച്ച്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങളൊരു ഫ്രീ ഗ്രൂപ്പ് ഉണ്ട്, അതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ മടിക്കേണ്ട, നമുക്ക് പഠിച്ചു തുടങ്ങാം ഇന്നേ തന്നെ. അപ്പൊ എല്ലാവരും ജോയിൻ ചെയ്യാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കിക്കോളാം. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട സിനിമയെ കുറിച്ചുള്ള പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. നോക്കിക്കേ, ഗാന്ധി എന്ന സിനിമയുടെ സംവിധായകരാണ് ശ്യാം ബെനഗൽ. മേക്കിംഗ് ഓഫ് മഹാത്മാ എന്ന സിനിമയുടെ സംവിധായകനാണ് റിച്ചാർഡ് ആറ്റൻബെറോ. ഗാന്ധി എന്ന സിനിമയ്ക്ക് 8 ഓസ്കാർ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. നോക്കിക്കേ, ശരിയായവ തിരഞ്ഞെടുക്കാനാണ്. ശരിയായത് കറക്റ്റ് ആയിട്ടുള്ളത് തിരഞ്ഞെടുക്കുക. ഏതാണ്? 1, 2, 3 എന്നിവയാണ് ശരി. 1ഉം 3ഉമാണ് ശരി. 2ഉം 3ഉമാണ് ശരി. 3 മാത്രമാണ് ശരി. ഏതായിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്? 3 മാത്രമാണ് ശരി അല്ലെ? 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. എന്താണ് അതിന്റെ പ്രത്യേകത? ഗാന്ധി എന്ന സിനിമയുടെ സംവിധായകൻ ശ്യാം ബെനഗൽ ആണോ? അല്ല. ആരാണ്? ആറ്റൻബെറോയാണ് അല്ലെ. മേക്കിംഗ് ഓഫ് മഹാത്മാ എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? ശ്യാം ബെനഗൽ ആണ്. അത് തിരിഞ്ഞു പോയി അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് കറക്റ്റ് ആയിട്ട് ഓർക്കുക. അതുപോലെ തന്നെ ഗാന്ധി എന്ന സിനിമയ്ക്ക് 8 ഓസ്കാർ അവാർഡ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് എന്താണ്? റൈറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. 1857 വിപ്ലവാനന്തരം നടന്ന സംഭവങ്ങളിൽ ശരിയായവ ഏതെല്ലാം എന്നാണ് ചോദിക്കുന്നത്. നോക്കിക്കോളാം. നാനാ സാഹിബും ബീഗം ഹസ്രത്ത് മഹലും നേപ്പാളിലേക്ക് പലായനം ചെയ്തു. താന്തിയ തോപ്പിയെ പിടികൂടി 1859 ഏപ്രിൽ 18 വധിച്ചു. 1857 വിപ്ലവത്തിന് സ്മാരകമായ മ്യൂട്ടിനി മെമ്മോറിയൽ 1836 ഡൽഹിയിൽ സ്ഥാപിതമായി. ഏതായിരിക്കും അത് ശരിയായിട്ടുള്ളത്? A ആണോ, B ആണോ, C ആണോ, D ആണോ? ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ടുള്ളത്? 1, 2, 3 എന്നിവ ശരിയാണ് അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്? എല്ലാം ശരിയാണ് അല്ലെ. 1857 റിവോൾട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇന്ത്യയുടെ ആദ്യത്തെ 1ാം സ്വാതന്ത്ര്യ സമരമായിട്ടും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ സിപ്പായി മുട്ടണിയായിട്ടൊക്കെ കണക്കാക്കുന്നുണ്ട്. PSCയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഏരിയ ആണ്, ഹിസ്റ്ററിയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഏരിയ ആണ് 1857 റിവോൾട്ട് എന്ന് പറഞ്ഞ്. അതും നിങ്ങളിവിടെ പഠിക്കാനുണ്ട്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഓർക്കുക. അതുമായി ബന്ധപ്പെട്ട് വരുന്ന ലീഡേഴ്സ് നാനാ സാഹിബ്, അതുപോലെ തന്നെ താന്തിയ തോപ്പി, ഇതെല്ലാം നിങ്ങളിവിടെ പഠിക്കാനുണ്ട്. മംഗൾ പാണ്ഡെ, ഇവരെയൊക്കെ പറ്റി നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ആ ഒരു 1857 റിവോൾട്ടുമായി ബന്ധപ്പെട്ട് നടന്ന ഏരിയാസ്, ഇന്ത്യയിൽ ഏതെല്ലാം ഏരിയാസിലാണ് ആ ഒരു സ്വാതന്ത്ര്യ സമരം നടന്നതെന്നും
അവിടെ നടന്ന കലാപങ്ങൾ, പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണെന്ന്, 1857 റിവോൾട്ടിലെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണെന്ന് അടക്കം നിങ്ങളിവിടെ പഠിച്ചു പോകുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ടും 1857 റിവോൾട്ട് കഴിഞ്ഞിട്ടും എന്തൊക്കെയാണ് ബ്രിട്ടീഷുകാരുടെ ആ ഒരു നടപടികൾ എന്നടക്കം നമുക്ക് വളരെ കറക്റ്റ് ആയിട്ട് ആപ്പിൽ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസുകൾ കണ്ടു. അപ്പൊ ഈ മോഡൽ ക്വസ്റ്റ്യൻസുകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. PSCയുടെ ട്രെൻഡ് ആയിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാകും, അതുപോലെ തന്നെ അത് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാകും, സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാകും, അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാകും. ഇത് കണ്ട ആരും ഭയക്കൊന്നും വേണ്ട. നമുക്ക് കറക്റ്റ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ നല്ല ഇതായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതിനനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് നമുക്ക് കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ തരുന്നത്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസുകൾ അടക്കമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ടീച്ചേഴ്സിന്റെ ഫുൾ സപ്പോർട്ടും അതുപോലെ തന്നെ മെന്റർമാരുടെ ആ ഒരു ഫുൾ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. ടെക്നിക്കൽ ആ ഒരു സ്റ്റാഫുകളുടെ ഒക്കെ സപ്പോർട്ടുകൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് ജോയിൻ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു.